സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റോമിലെ ഏറ്റവും വലിയൊരു അത്ഭുത ക്രൂശിത രൂപം കാണുവാനാണ്. 2020 ഫ്രാൻസിസ് പാപ്പ കോവിഡ് സമയത്ത് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വത്തിക്കാനില് ഏകനായിരുന്ന ഈ ക്രൂശിത രൂപം അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. ആ ക്രൂശിത രൂപം നിൽക്കുന്ന വിശുദ്ധ മർച്ചെല്ലോ എന്ന് പറഞ്ഞ ഒരു ദേവാലയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോവുകയും അവിടെ പോയി ഈ അത്ഭുത ക്രൂശിത രൂപം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ ദേവാലയം അറിയപ്പെടുന്നത് വിശുദ്ധ മർച്ചെല്ലോ കോഴ്സോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതുള്ളത്. മർച്ചെല്ലോ എന്ന് പറഞ്ഞ ഒരു മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയമാണിത്. അതുപോലെ തന്നെ ഈ അൾത്താരയുടെ നടുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും മർച്ചെല്ലോ ഒന്നാമൻ മാർപ്പാപ്പയുടെ ഖബറിടം. അദ്ദേഹത്തിന്റെ തിരുശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കുടികൊള്ളുന്നുണ്ട്. അനേകർ ഇവിടെയും വന്ന് ഈ പാപ്പയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. ഈ ദേവാലയത്തിൽ 1519 വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ആ ദേവാലയം മുഴുവൻ ഉൾഭാഗം മുഴുവൻ കത്തി നശിക്കുകയുണ്ടായി. പക്ഷേ ഈ ക്രൂശിത രൂപം, യേശുവിൻ്റെ ഈ ക്രൂശിത രൂപം മാത്രം തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നതെങ്കിൽ പോലും അതിന് ഒരു കേടുപാടും സംഭവിച്ചില്ല എന്ന വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് 1500-കളിലാണ് ഈ ക്രൂശിത രൂപം വളരെ പ്രശസ്തി ആർജിക്കുകയുണ്ടായത്. നമുക്കറിയാം 2020 കോവിഡ് സമയത്ത് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ കുരിശിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ ദേവാലയത്തിന്റെ മുകൾ ഭാഗത്ത് സീലിംഗ് വർക്കുകളെല്ലാം മാതാവിന്റെ ലുത്തനിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ്, മരിയും ഭക്തിയും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ മുകൾ ഭാഗവും സ്ഥിതി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ അത്ഭുത ക്രൂശിത രൂപത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടെ റോമിൽ വരുമ്പോൾ പന്തയോണിന്റെ അടുത്താണ്
പിയാസ വെനീസിയയുടെ ഒക്കെ അടുത്താണിത്. അപ്പോൾ ഇവിടെ വരികയും ഈ അത്ഭുത ക്രൂശിത രൂപം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാവിധ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.